ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോറി, ഇത്തിരി ലേറ്റായി പോയി. ഇന്നത്തെ എപ്പിസോഡിന് സുഖമില്ലാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കറക്റ്റായിട്ട് തന്നെ ഇടാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ അശ്വിൻ ആകെ ഞെട്ടിപ്പോവാണ്. റൂം കാണുമ്പോൾ ഇതെന്ത് ഇവള് കാണിച്ചിരിക്കുന്നത്, ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഇതെന്താ നീ കാണിച്ചിരിക്കുന്നത്? ഇത് എൻ്റെ റൂമും കൂടിയാണെന്ന് നീ മറന്നുപോയോ? അതെ, അശ്വിൻ സാറാവൻ പറഞ്ഞത് ഇതേ ഇപ്പോൾ എൻ്റെ റൂമും കൂടിയാണ്. അഞ്ജലി ചേച്ചി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ഇതെന്തൊക്കെ കാണിച്ചിരിക്കുന്നത്? എന്താ ഇതൊക്കെ നന്നായിട്ടില്ലേ? അഞ്ജലി ചേച്ചി പറഞ്ഞല്ലോ ഇപ്പോൾ മുമ്പത്തെ കാലം നല്ല മേനെ വന്നിട്ടുണ്ട് റൂമിനാന്ന്. മൈ ഗോഡ് എന്നിങ്ങനെ പറയണം അശ്വിനെ. സമയത്ത് പറഞ്ഞേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചൂടാവണത്? നിങ്ങളുടെ മുൻഷുണ്ടി അതുപോലെ തന്നെ ദേഷ്യം ഒന്ന് കുറച്ച് തന്നെ, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ബാക്കിയെല്ലാ കാര്യത്തിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ്. ഈ ഒരു കാര്യത്തിൽ മാത്രമേ നിങ്ങൾ കുറച്ച് ഓവറായിട്ടുള്ളൂ. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ തല ഇങ്ങനെ ഇതാക്കിയിട്ട് തല ഇങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകാട്ടോ. ശ്രുതിക്കാണെങ്കിൽ ചിരി വരുവാണ്. ശേഷം രാവിലെ ആകുമ്പോഴേക്കും ശ്രുതി കട്ടിലിരുന്നിട്ട് ഡയറിയിൽ എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ എൻ്റെ വലിയൊരു ആഗ്രഹം സാധിച്ചു. അശ്വിൻ സാരാബിൻ്റെ റൂമിൽ ആ കട്ടിലിൽ ആ കിടക്കയുടെ മുകളിൽ ഞാനിരുന്ന് ടി വി കാണുവാണ്. ടി വി ഒച്ചത്തിൽ ഐഡിയ സ്റ്റാർസിങ്ങൾ വെച്ചിരിക്കുക കേട്ടോ, ഒച്ചത്തിൽ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ദേഷ്യം വരട്ടെ, പാട്ടൊക്കെ ഒച്ചത്തിലാണ് വെച്ചിരിക്കുന്നത്. അശ്വിൻ വരുന്നുണ്ട്. ശ്രുതി, നിനക്ക് കേൾക്കാൻ വേണ്ടി മാത്രം ഈ പാട്ട് വെച്ചാൽ പോരെ? നീ എന്തിന് ഇത്ര ഒച്ചത്തിൽ വെച്ചിരിക്കുന്നത്? അത് എനിക്ക് കേൾക്കാമല്ലോ. അതെ, നിനക്ക് കേൾക്കാം. നിൻ്റെ ബുദ്ധി പോലെ തന്നെ നിൻ്റെ ചെവിയും പിന്നോട്ട് പോയോ? അതെ, ഇപ്പം നിനക്ക് മാത്രമല്ല, ഈ വീട്ടിലെല്ലാവർക്കും കേൾക്കാം. കുറച്ച് ശബ്ദം കുറയ്ക്കുക എന്ന് പറയാണ്. അതിന് റിമോട്ട് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ തപ്പുന്ന സമയത്ത് അശ്വിൻ ആ റിമോട്ട് കാണുന്നുണ്ട് കേട്ടോ. അശ്വിൻ അപ്പം തന്നെ ആ റിമോട്ട് എടുത്ത് പതുക്കെ ഒളിപ്പിച്ച് പോക്കറ്റിലേക്ക് വെക്കുവാണ്. ശേഷം ശ്രുതി പറയണ, റിമോട്ട് കാണുന്നില്ല, ഒരു കാര്യം ചെയ്യാം, മൊത്തമായിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്യാം ടി വി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും അശ്വിൻ ചാടി കയറി വേഗം ബാത്റൂമിലേക്ക് കയറുക കേട്ടോ. ശ്രുതി പെട്ടെന്ന് ഓടിപ്പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതിനെ വേണ്ടിയിട്ടാണല്ലേ വന്നത്? ഇത് ഫൗളാണ് കേട്ടോ. ഇന്നലെ പറഞ്ഞതല്ലേ ഞാനാണ് ആദ്യം ബാത്റൂമിൽ കയറാന്ന്. അതെ, അത് ഇന്നലെ, ഇത് ഇന്ന് എന്ന് പറഞ്ഞിട്ട് അശ്വിന് കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ പൈപ്പൊക്കെ തുറന്നിടണം. മര്യാദയ്ക്ക് ഇറങ്ങി അതെ, നിങ്ങൾ വെറുതെ എഗ്രിമെൻറ്റ് തെറ്റിക്കരുത് കേട്ടോ എന്ന് പറയാണ്. അതെ, ഞാനാണ് ആദ്യം കുളിക്കാൻ കയറുന്നത്, അപ്പോൾ ഞാൻ തന്നെ കുളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന് അശ്വിൻ പറയണം. അത്രയ്ക്ക് വാശിയാണോ? അത്രയ്ക്ക് വാശിയാ. എന്നാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് പോയിട്ട് പൈപ്പ് പൂട്ടി, അതായത് പൈപ്പിൻ്റെ മെയിനായിട്ടുള്ള സംഭവം വാൾവ് പൂട്ടി വെക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ, ശ്രുതി പൈപ്പ് തുറക്കുന്നത് പറയാനില്ല. അതെ, ആദ്യം ഞാൻ കുളിക്കാൻ കയറും, അതിനുശേഷം മാത്രം നിങ്ങൾ കുളിക്കാൻ കയറിയാൽ മതി എന്ന് പറയണം. ശ്രുതി മര്യാദക്ക് പൈപ്പ് തുറക്കുന്ന പറയുമ്പോൾ ഇല്ല, ഞാൻ തുറക്കില്ല, ഞാൻ 10 വരെ എണ്ണും, അതിനു മുമ്പ് നിങ്ങൾ പുറത്തിറങ്ങിയില്ല എന്നാണെങ്കിൽ നിങ്ങളും കുളിക്കില്ലെന്ന് ഞാനും കുളിക്കില്ല എന്ന് പറയാണ്. ഡാമിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ ഇങ്ങനെ നിൽക്കുവാട്ടെ. ആ സമയത്ത് ശ്രുതി 10, 9, 8 എന്ന് പറയുമ്പോൾ തന്നെ അശ്വിൻ ചാടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ശരി, നീ പോയി കുളിച്ചോ. എങ്ങനെ ഇരിക്കും? ശ്രുതികുമാരി ലക്ഷ്മി എടുത്ത് കളിച്ച കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് കയറുവാണ്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, അതെ, ഞാൻ കുളിക്കാൻ കയറുമ്പോഴേ പൈപ്പ് പൂട്ടാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറയുമ്പോഴേക്കും അതെ, അതൊക്കെ ഞാൻ എപ്പോഴേ പൂട്ടി എന്ന് നമ്മുടെ അശ്വിൻ പറയണേ. നിങ്ങൾ എന്ത് ചതിയായി കാണിച്ചതെന്ന് പറയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തില്ല, ഞാൻ നിങ്ങളെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ നമ്മുടെ ശ്രുതി എന്ന് ഒച്ച ഉണ്ടാക്കുകയാണ്. എന്താ ശ്രുതി, എന്താ ഒച്ച ഉണ്ടാക്കണം എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി വീണ്ടും എന്ന് ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ആ ഒച്ച കേട്ട് അഞ്ജലി വരുന്നുണ്ട്. എന്താ കുഞ്ഞു ഒച്ച? എന്താ ശ്രുതി ഇന്ന് നിലവിളിക്കണത്? അപ്പം പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഓടി പുറത്തേക്ക് ഇറങ്ങണം. അത് അഞ്ജലി ചേച്ചി, ബാത്റൂമിൽ ഒരു പാറ്റക്കാണ് നീ ഇങ്ങനെ ഒച്ച എടുത്തത്. നിന്റെ ബഹളം കേട്ടപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയല്ലോ എന്ന് പറയാണ്. അത് പാറ്റിന് എനിക്ക് പേടിയാ അഞ്ജലി ചേച്ചി. കൊള്ളാം. അല്ല കുഞ്ഞ, നിന്റെ കഴുത്തെന്താ ഇങ്ങനെ ഒളുങ്ങിയിരിക്കണത്? അത് ചേച്ചി, അത് എന്ന് പറയാണ്. എന്ത് പറ്റി കുഞ്ഞ? എന്താ നിന്റെ കഴുത്തിന് ഇത് എന്ത് പറ്റി? അത് ചേച്ചി, ഇന്നലെ രാത്രി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ തന്നെ അഞ്ജലി നാണത്തോടെ ഇന്നലെ രാത്രി ആയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. ആ ശേഷം നമ്മുടെ അശ്വിൻ പറഞ്ഞു ഡാമിറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. അതിനുശേഷം ശ്രുതിത്ത് പറയുന്നുണ്ട്, അതെ, നീയല്ല ഞാൻ ബാത്റൂമിലെ വെള്ളമൊന്നും ഓഫ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഓഫ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ ഓഫ് ചെയ്തെന്ന് പറഞ്ഞതോ? അതാ ഞാൻ പറഞ്ഞത്, നിനക്കൊരിക്കലും എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല, പൈപ്പ് തുറന്ന് നോക്ക് എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി പൈപ്പ് തുറന്ന് നോക്കുമ്പോഴേക്കും വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കള്ളം പറഞ്ഞതാണല്ലേ? അതെ, നിൻ്റെ സ്വഭാവം എനിക്കില്ല എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം ശ്രുതി അവിടുന്ന് പൈപ്പ് ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് തെന്നി വീഴാൻ വേണ്ടി പോകുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ ശ്രുതിനെ ഇങ്ങനെ പിടിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം ശ്രുതിയും അശ്വിൻ കണ്ണോട് കണ്ണ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും അശ്വിൻ പതുക്കെ ശ്രുതിനെ അവിടെ തന്നെ നിർത്തിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണ്. ശ്രുതിക്ക് വല്ലാതെ സന്തോഷം തോന്നുകയാണ്. ശ്രുതി അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ശ്രുതി നിലത്തേക്ക് വരുമ്പോഴേക്കും അഞ്ജലി വിളിക്കുന്നുണ്ട്. അതെ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിലത്തേക്ക് വരട്ടെ, രണ്ടുപേരും വാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ശ്രുതിയും അശ്വിനും കൂടി നിലത്തേക്ക് പോകുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. ആ സമയത്ത് നമ്മുടെ മനോരമയുണ്ട്, പ്രീതിയുണ്ട്, അഞ്ജലിയുണ്ട്, അതുപോലെ തന്നെ ശ്രുതിയും അശ്വിനും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി അവിടെ ഇരിക്കുന്നുണ്ട്, അശ്വിൻ അവിടെ ഇരിക്കുന്നുണ്ട്. ശ്രുതി അടുത്ത് തന്നെ നിൽക്കുവാണ്. ആ സമയത്ത് അശ്വിൻ ഒരു കോള് വരുവാണ്. ഹലോ, താൻ എന്താണോ തമ്പിയുടെ പൈസ കൊടുക്കാത്തത്? അതെ, ഇന്ന് 5 മണിക്കുള്ളിൽ തമ്പിയുടെ പൈസ ഇട്ട് കൊടുക്കണം കേട്ടല്ലോ
അറിയാലോ, ഒരാളുടെ നിന്ന് കടം മേടിച്ചാൽ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ അറിയില്ലേടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോൾ ശ്രുതി ഞെട്ടിപ്പോട്ടെ, ഈശ്വര ഇയാളുടെ കയ്യിൽ നിന്ന് ഞാനും കടം മേടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എന്നെയും കൂടി ഉദ്ദേശിച്ചിട്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത്, എനിക്കും കൂടി ഉള്ളതാണെന്നൊന്ന് വഴക്കാന്നൊന്ന് കൊടുക്കണത് എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. പക്ഷേ അശ്വിൻ അതൊന്നും വിചാരിച്ചിട്ടല്ലോ അങ്ങനെ പറയണത്. ശ്രുതിക്ക് പെട്ടെന്ന് എക്കിള് വരുവാണ്, ഒച്ചുണ്ടാക്കണം. ഓ അശ്വിൻ അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്യാണ്. എന്താ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി കുറച്ച് വെള്ളം കുടിക്കുകയാണ്. അപ്പം അഞ്ജലി പറയണ്ട്, ശ്രുതി നീ ഒരുന്നെന്ന് പറയുമ്പോൾ ചേച്ചി ഞാൻ പുറത്തുനിന്ന് പുറത്തുനിന്ന് കഴിച്ചോളാം കുഞ്ഞാ ഇവിടെ ഇരുന്ന് കഴിക്കും. വേണ്ട ചേച്ചി ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം, എനിക്ക് അർജൻറ്റായിട്ട് പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. അതിനിന്ന് ഓഫീസിൽ ക്യാൻറ്റീൻ ഓഫ് അല്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം ചേച്ചി, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകണം എന്ന് നമ്മുടെ അശ്വിൻ പറഞ്ഞിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴേക്കും നമ്മുടെ മനോരമ പറയുന്നുണ്ട്, അതെ എല്ലാവരും ഇരുന്ന് ആര് സെർവ് ചെയ്യും, ഞാൻ സെർവ് ചെയ്യാം എന്ന് അഞ്ജലി പറയണം. അങ്ങനെ എല്ലാവർക്കും അഞ്ജലി വിളമ്പി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അതിനുശേഷം അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് റോസാപ്പൂകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട് കൊണ്ട് വരികയാണ്. ശ്രുതി നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അപ്പോഴേക്കും ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്, അതെ നിങ്ങളുടെ അനിയനെ ഞാൻ തറ പറ്റിച്ചു, അതിൻ്റെ സന്തോഷമാണ്. എന്താ ശ്രുതി നീ ആലോചിച്ചത്? ഒന്നുമില്ല അഞ്ജലി ചേച്ചി, ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാം, എനിക്കിതൊക്കെ ഹെൽപ്പ് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ റോസാപ്പൂക്കൾ, എനിക്ക് ചുവന്ന റോസാപ്പൂക്കൾ എന്ത് ഇഷ്ടമാണെന്നറിയാവോ. എന്താ മണം, നല്ല സ്മെല്ല് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ റോസാപ്പൂക്കിനെ മാറി മണക്കുവാണ്. ഇത് അശ്വിൻ കാണുന്നുണ്ട് കേട്ടോ. അശ്വിൻ നോക്കുമ്പോഴേക്കും ശ്യാം അങ്ങോട്ടേക്ക് വരുവാണ്. ശ്യാം ശ്രുതിനെ വായ വിളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അശ്വിൻ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്ന അശ്വിൻ തിരിച്ച് അവിടെ തന്നെ നിൽക്കുവാണ്. നോക്കുമ്പോഴേക്കും ശ്യാം വേഗം ഓടിച്ചാടി പുറത്തേക്ക് ഇറങ്ങി പോണത് നമ്മുടെ അശ്വിൻ കാണുന്നുണ്ട്. ഇയാൾ എന്തിനാണ് ഇവിടെ ഓടിച്ചാടി പോണതെന്ന രീതിയിൽ അശ്വിൻ ഇങ്ങനെ നോക്കുവാണ്. അതേസമയം നമ്മുടെ മനോരമയാണെങ്കിൽ പ്രീതിനെ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. എന്താ ആൻറ്റി എന്നെ വിളിപ്പിച്ചത്? അതെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിൻ്റെ അനിയത്തിയുണ്ടല്ലോ ആ ശ്രുതികുമാരി ലക്ഷ്മി, ഡ്യൂപ്ലിക്കേറ്റ് മരുമകൾ, അവളുടെ സ്വഭാവം ദിവസം മുതൽ വളരെ മോശമായിട്ട് വരികയാണ്. എന്തൊക്കെയാണ് അവൾ കാണിക്കണത്? ഡൈനിങ് ടേബിളിൽ നിന്ന് തുമ്മുന്നു, ചീറ്റുന്നു, മൂക്ക് പറിക്കുന്നു. എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഇവിടെ കുറച്ച് ഡിസിപ്ലിൻസ് ഉണ്ട്, നീ കേട്ടല്ലോ. അതെ നിൻ്റെ അനിയത്തിനടുത്ത് നീ പറഞ്ഞ് മനസ്സിലാക്കണം, ഇങ്ങനെയൊന്നും പാടില്ലെന്ന്. ആൻറ്റി അത് അവൾ ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ, ഞാൻ രണ്ടാമത്തത്, സ്ഥാനം കൊണ്ട് ഞാൻ രണ്ടാമത്തെ മരുമകളല്ലേ, അപ്പം ഞാനെങ്ങനെയാണ് അവളുടെ അടുത്ത്? ഓഹോ നീ അപ്പം സ്ഥാനമൊക്കെ തീരുമാനിച്ചു, അവൾ മൂത്ത മരുമകളാണത്രേ. അങ്ങനെയാണ് നിൻ്റെ മനസ്സിലല്ലേ. എന്നാലേ നീ കേട്ടോ, നീയും നിൻ്റെ അനിയത്തിയും ഇവിടെ താരുമല്ല, ഈ വീട്ടിലെ അവസാനത്തെ മരുമകൾ ഞാനാ, ഈ മനോരമ, കേട്ടല്ലോ. അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാം, എൻ്റെ കാര്യങ്ങളൊക്കെ നീ നോക്കിക്കൊള്ളണം. ഞാൻ ഡയറ്റ് എടുക്കുന്നുണ്ട്, ഫുഡിൻ്റെ കാര്യം, അതുപോലെ തന്നെ എൻ്റെ വെള്ളത്തിൻ്റെ കാര്യം എല്ലാം നീ നോക്കണം. നിൻ്റെ വീട്ടിലെ പോലെ വാലി വരിച്ച് ഞാൻ കഴിക്കാറില്ല. എനിക്ക് ആവശ്യമുള്ള ഫുഡ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഞാൻ കഴിക്കാറുള്ളൂ. അല്ല നിനക്കറിയാലോ, എല്ലാം നീ എനിക്ക് കറക്റ്റായിട്ട് ചെയ്യണം. പിന്നെ നിനക്ക് വേറൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഈ ശ്രുതിയും അശ്വിനും നമ്മുടെ കുഞ്ഞിനും തമ്മിൽ എന്തോ ഒരു മാരേജിന് ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്, അത് നീ കണ്ടുപിടിച്ച് നീ എന്നോട് പറയണം. ആൻറ്റി അത് ഞാൻ പറയണത് നീ കേൾക്ക്. നീ അത് കണ്ടുപിടിച്ച് എന്നോട് പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ നിനക്ക് വലിയൊരു സ്ഥാനം ഞാൻ തരും. നിൻ്റെ മനസ്സിൽ നീ മരുമകളാണെന്ന് ഞാൻ അംഗീകരിക്കും. പക്ഷെ നീ അത് കണ്ടുപിടിച്ച് തരില്ല എന്നാണെങ്കിൽ നീ എന്നും ഈ വീട്ടിലെ ജോലിക്കാരി ആയിരിക്കോടി, എൻ്റെ വേലക്കാരി, കേട്ടല്ലോ. കേട്ടു ആൻറ്റി. എന്നാൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് പ്രീതി അവിടെ പറഞ്ഞയക്കാണ്. ശേഷം മനോരമ മനസ്സിൽ വിചാരിക്കുകയാണ്, അങ്ങനെ അവൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ശ്രുതിനോടൊന്ന് പുറത്താക്കണം, തൊട്ട് പിന്നാലെ അവളുടെ ചേച്ചിനെയും പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. അങ്ങനെ അശ്വിൻ പുറത്ത് ജസ്റ്റ് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോഴേക്കും ശ്യാം കുറച്ച് ചുവന്ന റോസാപ്പൂകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി വരുക കേട്ടോ. അത് കാണുമ്പോഴാണെങ്കിൽ അശ്വിൻ്റെ ദേഷ്യം വരുവാണ്. അങ്ങനെ ആ ചുവന്ന റോസാപ്പൂക്കൾ ശ്യാമാണെങ്കിൽ ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേഗം അങ്ങോട്ട് പോകുന്നത്. ആ ഒരു ഭാഗത്തോടെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.